നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ്. ദൈവത്തിന് നന്ദി. നിങ്ങളെല്ലാവരും ഇതുവരെ സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഞാൻ ഇത്ര വരെ എത്തിയത്. മുമ്പിലോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സാധാരണ വീട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ചുണ്ടാക്കാവുന്ന റെസിപ്പികളെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാനും പറ്റും. നമുക്ക് അതിന് ഒരു സന്തോഷമായിട്ട് ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാം. ഞാനൊരു സേമിയ പായസമാണ് ഉണ്ടാക്കാമെന്ന് ഓർക്കുന്നത്. നമുക്ക് അതൊന്ന് ഉണ്ടാക്കാം. നമുക്കിന്ന് സേമിയ പായസം ഉണ്ടാക്കാം. ഞാനതിന് ഇത് കൂട്ട് സേവാണ് എടുത്തിരിക്കുന്നത്. നല്ല നീളമുള്ള സേവാണെങ്കിലും കിട്ടുന്നുണ്ട് ഈ സേമിയയുടെ. അത് ഒടിച്ചെടുത്താലും മതി. ഞാൻ ഇതുപോലത്തെ സേവാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഞാൻ 1.5 ലിറ്റർ പാലാണ്. അതിന് ഞാനൊരു 150 ഗ്രാം സേവാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് അനുസരിച്ച് പിന്നെ കൂടുതൽ മധുരം വേണ്ടവരൊക്കെ പിന്നെ പഞ്ചസാര കൂടുതൽ ചേർത്താൽ മതി. ഒരു 4-5 ഏലക്ക പൊടിച്ചത് ചേർക്കാം നമുക്ക്. പിന്നെ കപ്പലണ്ടി ഉണ്ട്, കിസ്മസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെറിയ തിക്നെസ്സും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഒരു 1/2 ടിൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നമ്മളിതെല്ലാം ഒന്ന് വറുത്തിട്ടാണ് ആദ്യം എടുക്കുന്നത്. പാല് നമുക്ക് തിളപ്പിക്കണം. ഇത് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ സേവ്, കപ്പലണ്ടി, കിസ്മസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി ഞാൻ ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സേവും, കപ്പലണ്ടി, കിസ്മസും എല്ലാം വറുക്കേണ്ടത് കൊണ്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഒന്നിച്ചിട്ട് വറുത്താലും കുഴപ്പമില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതിങ്ങ് മാറ്റാം. കപ്പലണ്ടിയും കിസ്മസും ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നമ്മൾ നെയ്ക്കകത്ത് തന്നെ ഇത് വറുത്തെടുക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് സേവും കൂടി വറുത്തെടുക്കാം. ഈ നെയ്ക്കകത്തോട്ട് തന്നെ ഈ സേവെല്ലാം വറുത്തെടുക്കാം. ഇത് വറക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ സേവിന്. ഇനി ഞാനൊരു ചെറിയ സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. സേമിയ പായസത്തിന് നല്ല ടേസ്റ്റ് വ്യത്യാസം വരും അങ്ങനെ ചെയ്താൽ. നല്ലപോലെ ഒന്ന് ബ്രൗൺ ആകുന്ന വരെ നമുക്ക് വറക്കാം. സേമിയയുടെ സേവ് കണ്ടത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയത് നമുക്ക് ഈ പാകത്തിലെടുത്താൽ മതി. ഇനിയും വെച്ചാൽ കരിഞ്ഞു പോകും. ഇത് നമുക്ക് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചായിരുന്നു. ഇത് തിളപ്പിച്ച പാലിനകത്തോട്ട് നമുക്ക് ഇതിടാം. ഞാനിത് തിളപ്പിച്ചതാണ് ഇപ്പോൾ പാല്. ഇതിനകത്തോട്ട് നമുക്കിത് ചേർക്കാം. ഇത് നല്ലതുപോലെ വെന്ത് കുറുകി വരുന്ന കണക്കാകുമ്പോഴാണ് നമ്മുടെ സേമിയ പായസം റെഡിയാവുന്നത്. സേമിയ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴെ അങ്ങോട്ട് ഒന്ന് പാലൊക്കെ ഒന്ന് കരിഞ്ഞു പിടിക്കാതെ. നമ്മൾ അധികം വെള്ളമുള്ള പാലെടുക്കല്ലേ. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കുറുകിയിരിക്കുമ്പോൾ വെള്ളച്ചോവ വരും. അത് കാരണം നമ്മൾ പാൽ ഇച്ചിരി നല്ല പാല് തന്നെ എടുക്കണം. നമുക്ക് വെന്ത് നല്ലതുപോലെ കുറുകുന്ന വരെ ഇളക്കാം. വറുത്ത സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. ഈ ഏലക്കാപ്പൊടിയും കപ്പലണ്ടി, കിസ്മസും ഒക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇതൊരു 4-5 മിനിറ്റ് വേണം നമുക്ക് ഇളക്കി നല്ലപോലെ ഒന്ന് ഈ സേമിയ വെന്ത് നല്ല വീർത്ത് വരും. അപ്പോഴാണ് നമുക്ക് കണക്കായിട്ട് തോന്നുന്നത്. അതുവരെ നമുക്കൊന്ന് ഇളക്കാം. നമ്മുടെ പാലൊക്കെ കുറുകി നല്ല റെഡി ആയിട്ടുണ്ട്. ഈ പാകത്തിൽ മതി. സേമിയ പായസം ആകുമ്പോൾ നമ്മൾ ശകലം നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകിപ്പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒത്തിരി കുറുക്കി കളയല്ല. അപ്പം ഞാൻ ഈ സമയത്ത് ഇപ്പം മിൽക്ക് മെയ്ഡും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോവാണ്. നമുക്കൊരു പകുതി ടിന്നിനകത്ത് ചേർക്കാം. ഇപ്പോൾ ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി നമുക്ക് ചേർക്കാം. ഒരു 4-5 ഏലക്ക പൊടിച്ചിടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പാലിന് ഏലക്കയുടെ ഒക്കെ രുചി നല്ലതാണ്. കപ്പലണ്ടിയും കിസ്മസും വറുത്ത് വെച്ചിരിക്കുന്നത് അതും നമുക്ക് ചേർക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുവാണ്. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് എടുക്കാം. ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇച്ചിരി ഒന്ന് തണുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലെടുക്കാം. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് സേമിയ പായസം നല്ല റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. വേറെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെയും വരാം.